ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഗോബി മട്ടർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് കോളിഫ്ലവറും ഗ്രീൻ പീസും വെച്ചിട്ട് ഒരു മസാല കുറച്ച് ഗ്രേവി ടൈപ്പിൽ എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളുടെ 4ാമത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഗോബി മട്ടർ മസാല തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം കോളിഫ്ലവർ നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കണം. അതായത് കോളിഫ്ലവർ കഴുകി എടുക്കുമ്പോൾ അതിനകത്ത് നല്ലപോലെ നോക്കുക, വല്ല ബോൺസ് പുഴുവോ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ടു, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഈ കഴുകി ക്ലീനാക്കി വച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിനകത്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ഇട്ട് വയ്ക്കും കേട്ടോ. കുറച്ച് നേരം ഇട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് കഴുകി ക്ലീനാക്കി എടുക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു ഇതിനകത്തേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അടർത്തി എടുത്തിട്ടാണ് അത് കഴുകി വെച്ചിട്ടുള്ളത്. ഇത് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് ക്ലീനായി വരും. അപ്പോൾ എപ്പോഴും എന്തെടുത്താലും വെജിറ്റബിൾസ് ആയാലും നോൺ വെജ് ആയാലും നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നന്നായി കുക്ക് ചെയ്ത് ഉപയോഗിക്കട്ടെ. വെജിറ്റബിൾസ് ഒരുപാട് കുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നോൺ വെജ് നന്നായിട്ട് വേവിച്ച് കഴിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തിട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അടർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കറിയിൽ ഇതുപോലെ വലിയ കഷ്ണങ്ങൾ കിടന്ന് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ ഇട്ട് കറി വെച്ചോളൂ, കുഴപ്പമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കനം കുറച്ച് പതിയെ ഞാനതിനെ അരിഞ്ഞെടുക്കുന്നത്. കണ്ടോ, ഇത് പക്ഷേ കറി വച്ച് കഴിയുമ്പോൾ മസാല ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കും കേട്ടോ. അത് മട്ടർ മസാല ആയതുകൊണ്ടാണ്, അതായത് ഗോബി മട്ടർ മസാല ആയതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കണ്ടോ, അത് 1 ടീസ്പൂൺ ഫെന്നൽ സീഡ്സ്, പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുമോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുമോ എന്തെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും അതിൻ്റെ ഒരു പേസ്റ്റ് നമുക്ക് വേണം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കും. ബട്ടറും വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ ഇതിലേക്ക് നമ്മൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, അതായത് ഫ്രൈ എന്ന് പറയുമ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല, ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുമ്പോൾ കോളിഫ്ലവറിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ അങ്ങ് പോയി കിട്ടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇച്ചിരി ബട്ടർ കൂടെ അതിൽ ആഡ് ചെയ്തത്. ഇതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അതായത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കോളിഫ്ലവർക്ക് നല്ലൊരു കളർ ചേഞ്ചായി വരണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറിക്ക് ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ, കോളിഫ്ലവറിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ നല്ലപോലെ അത് അടച്ച് വയ്ക്കണ്ട, ഓപ്പണാക്കി തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇളക്കി ചെറുതായിട്ട് നിരത്തി വെച്ച് ഈ ഒരു പാകമായി വരണം. കണ്ടോ, കോളിഫ്ലവർക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത്, അതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞത്, വലിയ സവാള ആണെങ്കിൽ പകുതി മതി കേട്ടോ.
അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചെറിയുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 6-7 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു വലിയ സവാള മതിയാകും, ചെറിയുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം വയ്ക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പെപ്പർ, ഫെന്നൽ സീഡ്സ് ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത ആ ഒരു കൂട്ടും കൂടെ ഇതിനകത്തേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതായത് ഈ സവാളയും ചെറിയുള്ളിലേക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് ഒരു 1/2 ബൗൾ ഇല്ല, കുറച്ച് ഇത് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഗ്രീൻ പീസ് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഫ്രഷ് ഗ്രീൻ പീസാണ്. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിലിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നു. കൂടുതൽ ഗ്രീൻ പീസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടെ ഇടാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് മല്ലിയില ചേർത്തിട്ടില്ല. ആ മല്ലിയിലയുടെ ഫ്ലേവർ ഇതിനത്ര എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്തിട്ടില്ല. പക്ഷെ കറിവേപ്പില ഞാനിതിൽ കൂടുതൽ ചേർക്കാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്തിരി ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇതിന് നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്ന് തുറന്ന് നോക്കുമ്പോഴേക്ക് കണ്ടോ, ഉള്ളിയൊക്കെ നന്നായിട്ട് നല്ല വാടി വന്നിട്ടുണ്ട്. ഉള്ളിയും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലൊരു മണമായിരിക്കും ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാൻ. മുളക് പൊടി ഞാനിപ്പോൾ ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റി ഇത് ഇത്ര, അതായത് കുറച്ചൊരളവിൽ ഞാൻ എടുത്തിട്ടുള്ളൂ കോളിഫ്ലവർ. അതിൻ്റെ പാകത്തിനാണ് ഈ പറയുന്നത് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. കാരണം ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ കോളിഫ്ലവർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ പൊടികൾ ചേർക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊടികളൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു മണം വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ തക്കാളിയും കൂടെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇനി ഇതിൻ്റെ ഗ്രേവി എത്ര വേണം, അതായത് ഇപ്പോൾ മസാല തയ്യാറായി. ഇനി നമുക്കിതിൻ്റെ ഗ്രേവിയാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും ഗുണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ കണ്ടോ, ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയുടെ പാല് ഒരു ഗ്ലാസ് വെള്ളം, ഒരു 1.25 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ആണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. കാരണം ഇത് നന്നായിട്ട് തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ആ ഒരു പാകം വരെ വേണം. അപ്പോൾ ഇത് കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി പോകും. അതുകൊണ്ട് കുറച്ച് എത്ര നിങ്ങൾക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം തേങ്ങാപ്പാലിൻ്റെ അളവ് തീരുമാനിക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വന്നതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ഇച്ചിരി ചെറുനാരങ്ങ നീര്, ഒരല്പം മതി. അതായത് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതി വേണ്ട, പകുതിയുടെ ഒരു 1/4 ഭാഗത്തിൻ്റെ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. അതും കൂടെ ഇതിനകത്തേക്ക് ജസ്റ്റ് അവസാനം ലാസ്റ്റ് ചേർക്കണം. അതല്ല നേരത്തെ നമ്മൾ ചെറുനാരങ്ങ നീരങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും, തേങ്ങാപ്പാൽ പിരിഞ്ഞു. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് തിളച്ച് വച്ചതിന് ശേഷം മാത്രം ഇച്ചിരി
ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണിനകത്ത് ചെറുനാരങ്ങ നീര് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് അത് ചേർത്തത് കേട്ടോ. നല്ല തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഗോബി മട്ടർ മസാല ഗ്രേവിയോട് കൂടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.